എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് കേരള സർക്കാരിൻ്റെ ലാൻഡ് റെഗുലറൈസേഷൻ റൂള് അതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത് എന്നാണ് നോക്കുന്നത്. എന്തിനാണ് ഈ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 7/6/2024 വരെയുള്ള ഭൂമി പതിച്ചു കിട്ടിയ, അതായത് വിവിധ ചട്ടങ്ങൾ പ്രകാരം പതിച്ചു കിട്ടിയ ഭൂമിയിൽ 7/6/2024 വരെയുള്ള ലംഘനങ്ങൾ അത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചട്ടവും ഇങ്ങനൊരു പോർട്ടലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ അപേക്ഷ നൽകണം. അപേക്ഷയുടെ പൂർണ്ണമായ പ്രോസസ്സ് ഓൺലൈനാണ്. ഫോം A, B, D ഇങ്ങനെ 3 ഫോറങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത്. ഫോം A എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂവിനിയോഗ ലംഘനവും അനധികൃത കൈമാറ്റവും, ഇത് ഫോം Aയിലാണ് കൊടുക്കേണ്ടത്. ഫോം Bയിൽ പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ കീഴിലുള്ള ലംഘനങ്ങൾ. ഫോം Dയിൽ ഫോം Aയിൽ നമ്മൾ പറഞ്ഞതും Bയിൽ പറഞ്ഞതും അതിൽ ഉൾപ്പെടാത്തതോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നതോ ആയിട്ടുള്ള ലംഘനങ്ങൾ ഫോം Dയിലാണ് നൽകേണ്ടത്. അപ്പോൾ ഇത് വിവിധ ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു കിട്ടിയ ഭൂമിയിലും നമുക്കിത് നൽകാം. 7/6/2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉള്ള ലംഘനങ്ങളാണ് ഇതിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് റെഗുലറൈസ് ചെയ്യാൻ കഴിയുന്നു. അതിന് ഫീസെല്ലാം ഉണ്ട്. അപ്പോൾ പോർട്ടൽ വളരെ സിമ്പിളായൊരു പോർട്ടലാണ്. KLARC.kerala.gov.in എന്ന വെബ്സൈറ്റാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ വെബ്സൈറ്റ് നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ തന്നെ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു രജിസ്ട്രേഷനാണ്. ഏതൊരാൾക്കും ഈ റെഗുലറൈസേഷന് അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി സിറ്റിസൺ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിലൂടെ മൊബൈൽ നമ്പർ കൊടുക്കുക, സെൻഡ് OTP കൊടുക്കുക. സെൻഡ് OTP കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരികയും ആ OTP എൻട്രി ചെയ്ത് നമുക്കൊരു പാസ്വേഡും സെറ്റ് ചെയ്ത് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാൻ കഴിയും. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊഫൈൽ അപ്ഡേഷനാണ്. അത് പറയാം. ഞാനിപ്പോൾ നിലവിൽ ലോഗിൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പോകാം. അപ്പം ഞാൻ പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ക്യാപ്ച നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ചില ക്യാപ്ചകൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ റീസ്റ്റാർട്ട് കൊടുത്താൽ മതി. റിമെമ്പർ മീ ഓൺ ദിസ് ഡിവൈസ് കൊടുത്തിട്ട് ലോഗിൻ കൊടുത്താൽ ഞാൻ നേരത്തെ ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോഗിനിലേക്ക് വരും. ഇതാണ് ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡാണ് നമുക്ക് ആദ്യം ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒരാൾക്ക് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് എല്ലാം ഇതിലുണ്ട്. ഫോം A, B or D ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്നും എഴുതിയിട്ടുണ്ട്. ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യണം. എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫീസ് അടയ്ക്കാൻ കഴിയുള്ളൂ. അതായത് എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി മാത്രമേ സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുകയുള്ളൂ. ആദ്യം നമുക്ക് ഓരോ ഫോമുകളായിട്ട് നോക്കാം എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളതെന്ന്. ന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഫോം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എന്നോട് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. പ്രൊഫൈൽ വേറൊന്നുമല്ല, നമ്മുടെ പേരും മറ്റു വിവരങ്ങളും അഡ്രസ്സും മാത്രമാണ്. പേര് നമ്മൾ ആദ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഡ്രസ്സാണ് പ്രൊഫൈൽ അപ്ഡേഷനായിട്ട് പറയുന്നത്, മേൽവിലാസം. ഇതിൽ ജില്ല സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ കോയിപ്പടി എന്ന വില്ലേജാണ്. അതിൽ ബ്ലോക്ക് നമ്പർ 37 ഞാനിവിടെ എടുക്കുന്നത്. ബ്ലോക്ക് നമ്പർ 37 2152 എന്ന തണ്ടപ്പേരാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ തണ്ടപ്പേര് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫൗണ്ട് 1 ലാൻഡ് പാഴ്സൽ എന്ന് കാണിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് ലാൻഡ് പാഴ്സലാണ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് അത് ഇവിടെ സെലക്ട് ആവും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആവും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ലാൻഡ് പാഴ്സലിലെ തണ്ടപ്പേര്, കക്ഷികളുടെ പേര്, റിലേഷൻ, അഡ്രസ്സ് തുടങ്ങിയ വിവരങ്ങളെല്ലാം കാണാൻ കഴിയും. ലാൻഡിൻ്റെ ടൈപ്പ് കാണാൻ പറ്റും, ടോട്ടൽ എക്സ്റ്റെൻറ്റ് കാണാൻ പറ്റും. ഇത്തരം വിവരങ്ങൾ എനിക്ക് കാണാൻ കഴിയും. എനിക്ക് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് റിമൂവ് കൊടുക്കണമെങ്കിൽ ഇവിടെ റിമൂവ് ദിസ് ലാൻഡ് പാഴ്സൽ, അത് റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ലാൻഡ് പാഴ്സൽ സെലക്ട് ചെയ്യും. ഇപ്പോൾ ചില തണ്ടപ്പേരിലൊക്കെ 4-5 പാഴ്സലൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാഴ്സൽ മാറിപ്പോയാലും കുഴപ്പമില്ല, നമുക്കിവിടെ റിമൂവ് ബട്ടൺ കൊടുത്ത് ചെയ്യാം. ഇവിടെ പട്ട നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തു. പട്ട കിട്ടിയ ഡേറ്റ് ഞാനിപ്പോൾ ടെസ്റ്റാണ് ചെയ്യുന്നത്, തൽക്കാലത്തേക്ക് ചെയ്യുകയാണ്. ഇതിവിടെയും ടെസ്റ്റ് കൊടുത്തു. അസൈൻമെൻറ്റ് റൂള് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഞാൻ കേരള ലാൻഡ് അസൈൻമെൻറ്റ് റൂള് 1964 കൊടുത്തു.
അപ്പോൾ ഈസ് ദ ആപ്ലിക്കൻ്റ് ഹിയർ ഇൻ ദ ഒറിജിനൽ അസൈനി ടു ഹൂം ദ പട്ട വാസ് ഇഷ്യൂഡ്? യെസ്. ലാൻഡ് കറൻ്റ്ലി യൂസ്ഡ് ഫോർ, അവിടെ ഞാൻ ടെസ്റ്റ് കൊടുത്തു. അസൈൻഡ് ഫോർ പർപ്പസ്, അഗ്രികൾച്ചറൽ പർപ്പസിനാണ് എനിക്ക് അസൈൻമെൻറ്റ് കിട്ടിയത്. കോൺട്രാവെൻഷൻ ടൈപ്പ്, അപ്പോൾ ആ വിനിയോഗ ലംഘനം എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിങ്, ഞാൻ അതിലൊരു വീട് വച്ചു. അത് തെറ്റാണ്. കൃഷിക്ക് കിട്ടിയ ഭൂമിക്കകത്ത് വീട് വയ്ക്കാൻ പാടില്ല. അതാണ് നമ്മളിപ്പോൾ റെഗുലറൈസ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. ഡേറ്റ് ഓഫ് ഒക്കറൻസ് 2005 കൊടുത്തു. സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇത്രയും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഫോം ബിയും ഡിയും, പക്ഷേ ചില വ്യത്യാസങ്ങൾ ഫീൽഡുകളിലുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സേവ്ഡ് ഡ്രാഫ്റ്റ് സക്സസ്ഫുള്ളി സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബിൽഡിംഗ് ഡീറ്റെയിൽസ്. നമ്മൾ കെട്ടിടം വെച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നെയിം ഓഫ് LST, ബിൽഡിംഗ് നമ്പർ അലോക്കേറ്റഡ്, നമ്പർ ഓഫ് ഫ്ലോർ, പ്ലിന്ത് ഏരിയ 1000 സ്ക്വയർ, നേച്ചർ ഓഫ് ബിൽഡിംഗ് റെസിഡൻഷ്യൽ. ഇനി വീണ്ടും ബിൽഡിംഗ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ, ഇവിടെയാണ് നമ്മൾ ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിന് കൊടുക്കേണ്ടത്. അപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പട്ട കോപ്പി ഇത്രയും കൊടുത്തു. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്ലീസ് അപ്ലോഡ് ദ ഫോളോയിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പെർമിറ്റും കൂടി അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ അതും കൂടി അപ്ലോഡ് ചെയ്യും. ഇവിടെ അപ്ലോഡ് ചെയ്ത് എനിക്ക് പ്രൊസീഡ് ടു പേയ്മെൻറ്റിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ട്രഷറിയുടെ ഗേറ്റ്വേയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ടെസ്റ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുക്കുന്നില്ല. ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻസ് എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഡ്രാഫ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എ. അപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഇതേപോലെ തന്നെ കാണാൻ പറ്റും. ആക്ഷനകത്ത് കാണാൻ പറ്റും. എനിക്കിപ്പോൾ എപ്പോഴെങ്കിലും പേയ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂ കൊടുത്താൽ എനിക്കത് കിട്ടുകയും ചെയ്യും. ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ എനിക്ക് ആപ്ലിക്കേഷൻ എടുക്കാം. എൻ്റെ താലൂക്ക്, വില്ലേജ് ഇതെല്ലാം എനിക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഞാൻ അടുത്തതായിട്ട് മറ്റൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. ഞാൻ ഇതേപോലെ തന്നെ കാസർഗോഡ് ലാൻഡ് പാഴ്സൽ വന്നു. ലാൻഡ് പാഴ്സൽ സെലക്ട് ചെയ്തു. നേരത്തെ പോലെ തന്നെയാണ് പട്ട നമ്പർ ഇവിടെ കൊടുക്കണം. ഡേറ്റ് ഓഫ് പട്ട, അതർ പട്ട ഡീറ്റെയിൽസ്, ലാൻഡ് അസൈൻമെൻറ്റ് റൂള് ആൻഡ് ഇയർ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അസൈനി ആണോ യെസ് ഓർ നോ കൊടുക്കുന്നു. ലാൻഡ് കറൻ്റ്ലി എന്തിനു വേണ്ടിയിട്ട്, അസൈൻഡ് പർപ്പസ്, കോൺട്രാവെൻഷൻ ടൈപ്പ്, എക്സ്റ്റെൻഡഡ് ലാൻഡ്. ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെയിം ഓഫ് ഹെഡ് ഓഫ് ഓഫീസ് ഓർ അതോറിറ്റി അത് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലാണ് ഈ ലാൻഡ് എന്നുള്ള വിവരം കൂടി നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം അതിലും ആ ഡീറ്റെയിൽസും ടെസ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കോൺട്രാവെൻഷൻ ടൈപ്പ് പബ്ലിക് പർപ്പസ് ബിൽഡിംഗ് അത് ഞാൻ കൊടുത്തു. ഇതെല്ലാം ഞാൻ ടെസ്റ്റ് കൊടുത്തു. ഡിസ്ക്രിപ്ഷനും എല്ലാം ടെസ്റ്റ് കൊടുക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഫോമും സേവ് ആവും. സേവ് ആയതിനു ശേഷം ഏറ്റവും താഴെ ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിംഗ്, നെയിം ഓഫ് LST കൊടുക്കുന്നു. ആ ബിൽഡിങ്ങിൻ്റെ, നമ്മൾ വെച്ച ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. നേരത്തെ പോലെ തന്നെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സും മറ്റു വിവരങ്ങളും വരുന്നു. ഇതാണ് ഫോം പി. വളരെ സിമ്പിളാണ് ഇത് ഫില്ല് ചെയ്യാൻ. ഇപ്പം നമുക്ക് ഫോം എയും ബിയും 2 ഡ്രാഫ്റ്റ് ഉണ്ട്. കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് പോകാം. വീണ്ടും നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഫോം ഡി. ഇത് നിങ്ങൾ ഈ 3 എണ്ണം കൊടുക്കണ്ട. ഞാൻ ഈ 3 ആപ്ലിക്കേഷനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം കാണിച്ചു തരികയാണ്. ഇവിടെയും ഞാൻ ജില്ല സെലക്ട് ചെയ്യുന്നു, താലൂക്ക് സെലക്ട് ചെയ്യുന്നു, വില്ലേജ് സെലക്ട് ചെയ്യുന്നു, ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. ബ്ലോക്ക് ഇൻപുട്ട് ചെയ്യാൻ, ബ്ലോക്കും ഇതെല്ലാം ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ് പാഴ്സൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ തണ്ടപ്പേർ നമ്പർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാൻഡ് പാഴ്സൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ അസൈൻമെൻറ്റ് റൂൾ ഇയർ, ഡീറ്റെയിൽ ഓഫ് പട്ട, ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് കൊടുത്തു. ഇത് യെസ് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ നോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് നമ്പറും SROയും ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ അസൈനി ഞാൻ തന്നെ ആയതുകൊണ്ട്, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് അവിടെ വിവരങ്ങൾ ഇൻപുട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പട്ട നമ്പർ അത് ഞാൻ കൊടുക്കുകയാണ്. പട്ട ഡേറ്റ്, ആധാർ പട്ട ഡീറ്റെയിൽസ് അത് ഞാൻ ടെസ്റ്റ് കൊടുക്കുന്നു. വില്ലേജ് ആസ് പെർ പട്ട, വില്ലേജ്, താലൂക്ക്, ബ്ലോക്ക്, സർവേ നമ്പർ,
സർവേ നമ്പർ ഞാൻ ജസ്റ്റ് നോക്കിയില്ല, നോക്കിയിട്ട് സർവേ നമ്പർ ഡീറ്റെയിൽ എടുക്കുക. 27/2 എക്സ്റ്റെൻഡ്, ഇതൊക്കെ ടെസ്റ്റ് ഞാൻ കൊടുക്കുന്നു. ഇനി പട്ടയത്തിൻ്റെ കോപ്പി ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിജസ്ഥിതി സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങൾ ആണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് കൊടുക്കുകയാണ്. അല്ല നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് പറയുക. ഇത് കറണ്ട് പൊസഷനാണ്, നമ്മുടെ പൊസഷനിലുള്ളതാണ്. To what extent has the application been submitted or regularization of contravention on assigned land? 12/25. What is the fair value of the R of the land in question? അപ്പോൾ അത് ഫെയർ വാല്യൂ 79,500 എന്ന് കൊടുക്കുന്നു. ഒരാറിൻ്റെയാണ്, ഒരാറ്, അതായത് 2.47, ഏകദേശം 2.5 സെൻറ്റിൻ്റെ ഫെയർ വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. ലാൻഡ് യൂസ്ഡ് ഫോർ കോറിയിങ് പർപ്പസ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കോറിയിങ് പർപ്പസ് നെല്ല് കൊടുക്കുകയാണ്. ആസ് എൻവിയോൺമെൻറ്റ് ക്ലിയറൻസ് കൊടുക്കുന്നു, ലൈസൻസ് ആൻഡ് പെർമിറ്റ് കൊടുക്കുന്നു. അത് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇല്ല നെല്ല് കൊടുക്കുകയാണ്. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ആപ്ലിക്കേഷനും അവിടെ സേവ് ആയി. ഇവിടെ ബിൽഡിങ് ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിങ് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കാം, എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ചെയ്യാം. ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാവെൻഷൻസ് ഷെഡ്യൂള് 2A. അപ്പോൾ അത് ഏത് ടൈപ്പ് കോൺട്രാവെൻഷൻ ആണെന്നുള്ളത് വരും. ഷെഡ്യൂള് 2Aയും 2Bയും സെലക്ട് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് ഈ ലിസ്റ്റും, ഇത് ഡിപ്പെൻഡൻറ്റ് ഡ്രോപ്പ് ഡൗൺ ആണ്, അത് ആ ലിസ്റ്റ് ചേഞ്ച് ആവുന്നതാണ്. നമുക്ക് ഏത് ടൈപ്പിലുള്ള ലംഘനമാണ് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് ഏത് ഷെഡ്യൂളിലാണ് ലംഘനം നടന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അറിയാം. അപ്പോൾ ഇത്രയും വിവരങ്ങൾ കൊടുക്കുക. ഞാൻ ഇതും ടെസ്റ്റ് എന്ന് കൊടുത്തു. ഏത് എക്സ്റ്റെൻഡ് ആണ് അത് കൊടുക്കുക. എല്ലാം വെറുതെ കൊടുക്കുന്നതാണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് കൊടുക്കുന്നു. ഫീസ് ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്താൽ നേരെ പേയ്മെൻറ്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷനുകൾ വളരെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അതായത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഒരബദ്ധം പറ്റിപ്പോയി, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു പോയി, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തത് തെറ്റായിപ്പോയി, നമുക്കൊരു നിശ്ചിത വർഷത്തേക്ക് പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചെയ്തു പോയെങ്കിൽ 7/6/2024 വരെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ വളരെയധികം സഹായകരമാകും. നന്ദി.